പെരുകാവ് ബ്രദറൻ സഭ ക്രമീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന തുടർമാനമായ ബൈബിൾ പഠനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പുസ്തക പഠനത്തോട് സംബന്ധപ്പെട്ട് ഈ ക്ലാസ്സിൽ സംബന്ധിച്ച് വചനം കേൾക്കുവാൻ കൂടി വരുന്ന കൂട്ടുവിശ്വാസികളായ നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാ ആഴ്ചകളിലും അഥവാ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്ന ക്ലാസ്സുകളിൽ മുടങ്ങാതെ വന്ന് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഓർത്ത് സ്തോത്രം ചെയ്യുകയും നിങ്ങൾ വന്ന് സംബന്ധിക്കുന്നതിലുള്ള ഉത്സാഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം തുടർമാനമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് പ്രസ്തുത പുസ്തകത്തിൻ്റെ 9-ാമത്തെ അധ്യായമാണ്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ കഴിഞ്ഞ 8 അധ്യായങ്ങൾ നമുക്ക് തുടർച്ചയായിട്ട് ചിന്തിക്കുവാനുള്ള അവസരം ദൈവം നൽകി. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് 9-ാമത്തെ അധ്യായത്തിൽ നിന്നുമാണ് കേൾക്കുവാൻ പോകുന്നത്. 9-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് സമയം ലഭിക്കുന്നത് പോലെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ പുസ്തകത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ ചിന്തിച്ച കാര്യങ്ങൾ എല്ലാം മനസ്സിൻ്റെ കീശയിൽ സൂക്ഷിക്കുവാനായിട്ട് കഴിയില്ല എന്നെനിക്കറിയാം. എങ്കിലും സമീപ ക്ലാസ്സുകളിൽ കേട്ടതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഒരു പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വാക്യങ്ങളും ഈ ചിന്തകളും കേൾക്കുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ എന്ന് ഞാൻ കരുതുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം അന്തിക്രിസ്തുവിൻ്റെ ഭരണസമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. തിന്മയുടെ മൂർത്തിഭാവമായ അന്തിക്രിസ്തു 7 കൊല്ലം ഈ ലോകത്തെ ഭരിക്കുവാനായിട്ട് പോവുകയാണ്. അവൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6 മുതലുള്ള അധ്യായങ്ങളിൽ പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നത് അന്തിക്രിസ്തു ഈ ഉലകത്തെ ഭരണം നടത്തുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ആ സമയത്ത് ദൈവത്തിൻ്റെ സഭ ഇവിടെ ഇല്ല. അതിനു മുമ്പേ കർത്താവ് തൻ്റെ സഭയെ ചേർക്കുമെന്നുള്ളത് ഇതിനു മുമ്പ് തന്നെ പല ക്ലാസ്സുകളിലും നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ കാര്യമാണ്. അതിൽ നമുക്കൊരു ആശ്വാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ഇന്ന് കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അത് എല്ലാ വിശ്വാസികൾക്കും കഷ്ടമുണ്ട്. ആ പറയുന്ന കഷ്ടമല്ല, ഇത് മഹാകഷ്ടമാണ്. ഇത് അതിഭയങ്കരവും ഘോരവുമായ ഭയാനകമായ ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കാർക്കും ഒരു സ്വസ്ഥതയുമില്ല. ആകാശശക്തികൾ ഇളകുന്ന കാലമാണ്. ഭൂമിയിലെ മനുഷ്യർ പരിഭ്രാന്തരായി ഓടുന്ന കാലമാണ്. കടലിലെ മുഴക്കം, അതുപോലെ കരയിൽ മനുഷ്യരുടെ അസ്വസ്ഥതയിലൂടെ അസമാധാനത്തിൻ്റെ വിഷമങ്ങൾ, പിന്നെ കാട്ടിലും മൃഗങ്ങളുടേതായ പ്രഹേളികൾ, ഒരു സ്വസ്ഥതയുമില്ലാത്ത ഒരവസ്ഥയാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ വർത്തമാനകാലം ഗുഹകളിലും മാളങ്ങളിലുമൊക്കെ പാർക്കേണ്ട പാമ്പുകൾ പുറത്തിറങ്ങി മനുഷ്യവാസമുള്ള ഇടങ്ങളിലും വീടുകളിലുമൊക്കെ സഞ്ചരിച്ചു കൊണ്ട് ഒരുപാട് പേരെ കടിച്ചു കൊല്ലുന്നു. അതിൻ്റെ വിഷമേറ്റ് ഒരുപാട് പേര് ചികിത്സയിൽ കഴിയുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ഭീകര സമയം തന്നെയാണ്. ഒരു കാലത്ത് ഇപ്പോൾ തന്നെ ഉണ്ട്, കാട്ടിലെ ആനകൾ നാട്ടിലേക്ക് ഇറങ്ങി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. വവ്വാലിൻ്റെ വിഷമം കുറേ കാലം ആളുകൾ അനുഭവിച്ചു. കൊതുക് ഭീഷണിയായിരുന്നു കുറച്ച് കാലത്ത്, പട്ടിശല്യം മറ്റൊരു കാലത്ത്. ഇങ്ങനെയൊക്കെയുള്ള മൃഗശല്യം നമ്മൾ അപ്പോഴപ്പോൾ അനുഭവിക്കുകയാണ്. നിങ്ങൾ ഓർക്ക്, ഈ പറഞ്ഞതും ഇനി പറയാൻ കിടക്കുന്നതുമായ മുഴുവൻ മൃഗങ്ങളും ഒരുപോലെ ഇളകി മനുഷ്യരുടെ ഇടയിലേക്ക് അങ്ങ് ഇറങ്ങി വന്നാലുള്ളൊരവസ്ഥ നോക്കിക്കേ. അതുപോലൊരു കാലഘട്ടമായിരിക്കും ഈ മഹാപീഡന കാലമെന്ന് പറയുന്നത്. അതുകൊണ്ട് മൃഗങ്ങളും മത്സ്യങ്ങളും പക്ഷിജാലങ്ങളും അതുപോലെ മനുഷ്യരും ദൈവഭയമുള്ളവർക്ക് ഭീഷണിയായി തീരുന്ന ഒരു കാലഘട്ടമാണ്.
ആ കാലഘട്ടത്തെ ഇവിടെ പറയുന്നത് 3 തലങ്ങളിലായിട്ടാണ്. ആ 3 തലങ്ങളെന്ന് പറയുന്നത് ആദ്യം 7 മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുദ്രകൾ അത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞു. ഓരോ മുദ്രകൾ പൊട്ടിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നേരത്തെ ഓർപ്പിച്ചതുപോലെ ആഗോളതലത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഭീഷണിയായി തീരുന്നു. അവർ കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. ഭരണകൂടം അവർക്കെതിരായി തീരുന്നു. പിന്നെ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ ഒന്നും നിവൃത്തിയില്ലാത്ത വിധത്തിൽ ഭരണകർത്താവായ അന്ത്യക്രിസ്തുവിനെ നെറ്റിയിൽ പേറി ജീവിക്കുന്നവർക്ക് രക്ഷയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരത്തില്ല. പകലിലെ ആ 7 കൊല്ലവും അവർക്ക് ഒരു ഭീകരമായ നിമിഷങ്ങളായിരിക്കും. നിമിഷങ്ങൾ വർഷങ്ങൾ പോലെ തള്ളി നീക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അങ്ങനെ 7 മുദ്രകൾ പൊട്ടിക്കുന്നതും ഫലമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളും ഒരു ഭാഗത്ത്. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വായിക്കുന്നത് 7 കാഹളങ്ങൾ ഊതുകയാണ്. 7 കാഹളങ്ങൾ ഊതി തീരുമ്പോൾ അടുത്ത് 7 കോപകലശങ്ങൾ ഭൂമിയിൽ ഓരോന്നായിട്ട് ഒഴിക്കുകയാണ്. ചിന്തിച്ചാൽ ഇതെന്തൊരു കഷ്ടകാലമാണ്, ഇതെന്തൊരു ഭീകരമായ കാലമാണ്. അങ്ങനെ ഒരു കാലം ദൈവം മനുഷ്യർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് നീതിയാണോ? സ്നേഹവാനായ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുമോ എന്ന് പോലും ചിന്തിക്കാൻ ഇടയാകാവുന്ന ഒരു കാലഘട്ടമാണ്. അതിലെ 2ാമത്തെ ഭാഗമായ കാഹളം ഊതുന്ന കാര്യമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാഹളങ്ങൾ ഊതുന്ന കാര്യം 8ാം അധ്യായത്തിൽ 4 കാഹളങ്ങൾ ഊതുകയും അതിൻ്റെ പരിണിത ഫലമായ സംഭവങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേൾക്കുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് 5ാമത്തെ കാഹളം ഊതുന്നതും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങളുമാണ് കേൾക്കാൻ പോകുന്നത്. നോക്കിക്കേ, 8ാം അധ്യായം 13ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ്. ഞാൻ എന്തിനിപ്പോൾ ഈ ഭാഗം വായിച്ചു എന്ന് ചോദിച്ചാൽ, 4 കാഹളങ്ങൾ ഊതിയ ശേഷം 5ാമത്തെ കാഹളം ഊതുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കാലേ കൂട്ടി ഇവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പറഞ്ഞത് മനസ്സിലായോ? 4 കാഹളങ്ങൾ ഊതിയ ശേഷം 5ാമത്തെ കാഹളം ഊതുമ്പോൾ സംഭവിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെ സംഭവിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ ആത്മാവ് ദൂതനെ പറഞ്ഞയച്ച് ആകാശമധ്യേ പറന്ന് സംസാരിക്കുകയാണ്, പറയുകയാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു, മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. ഇവിടെ കഴുക് എന്ന് പറഞ്ഞിരിക്കുന്നത് കഴുകല്ല, ഒരു ദൂതനാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പല സംഭവങ്ങളും ഭാവനാത്മകമായ നിലയിൽ ഉപമാനിച്ച് പറഞ്ഞിരിക്കുന്നതും കൂടെയാണ്. അതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടി കേൾക്കുക. വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം നടത്തുന്ന ഒരുപാട് ദൈവദാസന്മാരുണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള ഈ മീഡിയകളൊക്കെ വന്ന ശേഷം യൂട്യൂബിലും അതുപോലെ ഓൺലൈൻ മീഡിയകളിലൊക്കെ നമുക്കിത് സംബന്ധിച്ച് ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ കേൾക്കാനും കാണാനും കഴിയും. പണ്ട് ഇത് സംബന്ധിച്ച് ഒരുപാട് പുസ്തകങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാർ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്തിന് ഈ വാക്കുകൾ ഓർപ്പിച്ചെന്ന് പറഞ്ഞാൽ, ഓരോ വ്യാഖ്യാതാക്കൾ ഇത് പറയുമ്പോൾ ഓരോ ലെവലിലാണ്, ഓരോ ലൈനിലാണ് പോകുന്നത്. 5 പേര് വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം നടത്തിയാൽ 5 രീതിയിലായിരിക്കും അവർ നടത്തുന്നത്. അതുപോലെയാണ് വ്യാഖ്യാനം. ഒരു വ്യാഖ്യാന ഏകീകൃതം, അതായത് ഒരുപോലുള്ള ഒരു വ്യാഖ്യാന രീതി വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച് നമുക്ക് കിട്ടുകയില്ല. അതിൻ്റെ സാരമെന്ന് പറഞ്ഞാൽ, ഓരോരുത്തർക്ക് ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് അങ്ങനെ ആയിരിക്കാം, മറ്റൊരാൾ ചിന്തിക്കുമ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയായിരിക്കാം. ഇപ്പോൾ ഒരു ചെറിയ ദൃഷ്ടാന്തം പറയാം. കഴുകിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു. കഴുക് അക്ഷരാർത്ഥത്തിലെ കഴുകെന്ന് പറഞ്ഞാൽ തെറ്റില്ല, കാരണം ഇവിടെ എഴുതി വച്ചിരിക്കുന്നു കഴുകെന്ന്. കഴുക് സംസാരിക്കുമോ എന്നൊരാൾ ചോദിച്ചാൽ, കഴുകിനെ കൊണ്ട് സംസാരിപ്പിക്കുവാൻ കഴുകിനെ സൃഷ്ടിച്ച ദൈവത്തിന് കഴിയുമോ കഴിയില്ലയോ? കഴിയും. അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഉരിയാടാത്ത മൃഗമായ കഴുത സംസാരിച്ചു എന്ന് ബൈബിളിൽ പറയുന്നില്ലേ? അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാം. പക്ഷേ സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ ഏറെ യോജിക്കുന്നത് ഒരു ദൂതൻ സഞ്ചരിച്ചുകൊണ്ടിത് സംസാരിച്ചു എന്ന് പറയുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ദൂതൻ എന്ന് പറഞ്ഞത്. അപ്പോൾ 2 പേര് 2 രീതിയിൽ ഈ വിഷയം പറഞ്ഞു എന്ന് വരാം. അത് കേൾക്കുമ്പോൾ നമുക്ക് യുക്തവും ആ വിഷയത്തോട് അനുയോജ്യവുമായ വ്യാഖ്യാന രീതി ഏതാണോ അത് സ്വീകരിക്കുന്നതാണ്
നല്ലത് എന്ന് ഓർപ്പിക്കാം. അതുകൊണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾക്ക് കോട്ടം വരാതെയുള്ള വ്യത്യസ്ത വ്യാഖ്യാന രീതികൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് കരുതുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് മടങ്ങാം. 7 കാഹളം ഊതുന്നു. അതിൽ 4 കാഹളങ്ങൾ ഊതി കഴിഞ്ഞു. 4ാമത്തെ കാഹളം ഊതുന്ന സംഭവവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു. ഇനി 3 കാഹളങ്ങൾ ഊതണം. ആ 3 കാഹളങ്ങൾ ഊതുന്നതിന് മുമ്പ് 3 കാഹളങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്. എന്തുവാ ആ സ്വഭാവം? 8:13 പറയുന്നു, ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി. ആ കാഹളനാദം ഹേതുവായി, കണ്ടോ, അത് മുഖാന്തിരം അന്ന് ജീവിച്ചിരിക്കുന്ന ഭൂവാസികളായ മനുഷ്യർക്ക് എന്തുവാ? കഷ്ടം, കഷ്ടം, കഷ്ടം. 3 കഷ്ടം പറയുക. ആ 3 കഷ്ടം എന്ന് പറയുന്നത് ഇനി ഊതുവാനുള്ള 3 കാഹളങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് മഹാകഷ്ടമായിരിക്കും. അത് ഇതുവരെ സംഭവിച്ച കഷ്ടത്തോട് താതാത്മ്യപ്പെടുത്താൻ കഴിയാത്ത അതിഭയങ്കരമായ കഷ്ടമായിരിക്കും. അത് പ്രത്യേകിച്ച് ഓർക്കാം. ഇനി നമുക്ക് 5ാം കാഹളം ഊതുന്ന സംഭവം ഇവിടെ വായിച്ചു കഴിഞ്ഞല്ലോ. ചിലരൊക്കെ അത് വായിച്ച ശേഷമാണ് ഇവിടെ ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കുന്നത്. അങ്ങനെയുള്ളവർ 9ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗം നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നു. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്നും കൂടി ഓർപ്പിക്കാം. ഇനി നോക്കാം 9:1. 5ാമത്തെ ദൂതൻ ഊതി. 5ാമത്തെ കാഹളം ഊതിയ കാര്യമാണ് പറയുന്നത്. 5ാമത്തെ ദൂതൻ ഊതി. എന്തുവാ സംഭവിച്ചത്? അപ്പോൾ അവൻ ഊതിയപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് കണ്ടു. 5ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ അവൻ കണ്ട ഒരു കാഴ്ച, ആകാശത്ത് നിന്ന് ഒരു നക്ഷത്രം താഴെ വീണ് കിടക്കുന്നു. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ ഒരു നക്ഷത്രത്തിൻ്റെ കാര്യം കേട്ടതാണ്. നോക്കിക്കേ, അതിൻ്റെ 8:10 വാക്യം. 8:10. 3ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. അപ്പോൾ നോക്കണേ, 3ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ഒരു നക്ഷത്രം വീണ് കഴിഞ്ഞു. അതാണ് ആ 3ാമത്തെ ദൂതൻ ഊതിയപ്പോൾ സംഭവിക്കുന്ന കാര്യം. എന്നാൽ ഈ 5ാമത്തെ ദൂതൻ ഊതിയപ്പോൾ നക്ഷത്രം വീഴുന്നതല്ല, വീണ് ഓൾറെഡി നേരത്തെ തന്നെ വീണ് കിടക്കുന്നതായിട്ടാണ് കണ്ടത്. വീണ് കിടക്കുന്നതായിട്ടാണ് അവൻ കണ്ടത്. അത് പ്രത്യേകിച്ച് ഓർക്കുക. ഈ വീണ് കിടക്കുന്ന നക്ഷത്രം ആരാ? നക്ഷത്രം എന്താണ്? അതായത് നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്ന അക്ഷരീകമായി നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ പുറത്തിറങ്ങി മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന, ആകാശത്തിൽ കാണുന്ന ഒരു നക്ഷത്രം അതുപോലെ പറഞ്ഞ് താഴെ വീണു എന്ന് ആണ് അക്ഷരാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതല്ല, അതൊരു ഭാവനാത്മകമായ പ്രയോഗമാണ്. അത് ആകാശത്തു നിന്ന് ഒരു നക്ഷത്രം അതുപോലെ പറഞ്ഞ് താഴെ വീണു എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിന് അങ്ങനെയും ചെയ്യിപ്പിക്കാൻ കഴിയും. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അക്ഷരീകമായ ഒരു നക്ഷത്രം അടർന്നു വീണു എന്നല്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു നക്ഷത്രത്തിൻ്റെ കാര്യമല്ല. ഇപ്പോൾ സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ ഒരു നക്ഷത്രം വീണു എന്നല്ല അവിടെ പറയുന്നത്. പിന്നെ എന്താണ്? ആ 9ാം അധ്യായത്തിൻ്റെ 1ാം വാക്യം വീണ്ടും ശ്രദ്ധിച്ചോ. ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന്, കണ്ടോ, ആദ്യം നക്ഷത്രമെന്ന് പറഞ്ഞിട്ട് ആ നക്ഷത്രത്തിന് ഉടനെ അടുത്തെന്ത് പറയുന്നു? ഒരാളത്വം പറയുന്നു, അല്ലേ? ഒരാളത്വം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആ നക്ഷത്രത്തെ അടുത്തെന്തെന്ന് പറയുന്നു? അവൻ എന്ന് പറയുന്നു. അപ്പോൾ വീണ് കിടക്കുന്ന നക്ഷത്രത്തെ ആളത്വത്തോട് ചേർക്കുകയാണ്. മനസ്സിലായോ? ഒരു വ്യക്തിയോട്, സ്ത്രീലിംഗത്തോടല്ല, ഒരു പുരുഷനോട് ഉപമിച്ചാണ് പറയുന്നത് അവൻ. അപ്പോൾ ആ വീണ് കിടക്കുന്ന ആ നക്ഷത്രത്തിന് ഒരാളത്വം കൽപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവന് അഗാധ കൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. അടുത്ത് നോക്കിക്കോ, അവൻ അഗാധ കൂപം തുറന്നു. ആര് തുറന്നു? ആകാശത്തു നിന്ന് വീണ് കിടക്കുന്ന നക്ഷത്രമാകുന്ന അവൻ അഗാധ കൂപം എന്ത് ചെയ്തു? തുറന്നു. അപ്പം വീണ് കിടക്കുന്നത് നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിന് ആളത്വം കൽപ്പിച്ചാണ് 2 പ്രാവശ്യം ആ വാക്ക് പറയുന്നത്, അവൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വീണ് കിടക്കുന്നത് യഥാർത്ഥത്തിൽ നാം ചിന്തിക്കും പോലെയുള്ള ഒരു നക്ഷത്രമല്ല.
എന്ന് പറഞ്ഞാൽ യേശു ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ കിഴക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു നക്ഷത്രമുണ്ടല്ലോ, അത് അക്ഷരാർത്ഥത്തിലുള്ള നക്ഷത്രമാണ്. അതുപോലൊരു നക്ഷത്രം അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന നക്ഷത്രത്തിന് ഒരു വ്യക്തിയോട് സാമ്യപ്പെടുത്തിയാണ്, വ്യക്തിത്വം നൽകിയാണ് പറഞ്ഞിരിക്കുന്നത്. വ്യക്തിത്വം നൽകിയാണ് പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ദൂതന്മാരെ നക്ഷത്രത്തോട് സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പഠിച്ചില്ലയോ? 1-ാം അധ്യായത്തിൽ ആ ഭാഗം ഒന്ന് വെറുതെ ഒരു ഭാഗം വായിച്ചിട്ട് ഇങ്ങോട്ട് വരാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 20-ാമത്തെ വാക്യം നോക്ക്. വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ, കണ്ടോ? അപ്പോൾ ആ നക്ഷത്രം എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ പറയുന്നത് അങ്ങനെ നക്ഷത്രം എന്ന് പറയുന്നത് കേവലം ഒരു നക്ഷത്രമല്ല, അതൊരു ആളത്വത്തോട് കൽപ്പിച്ച് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നക്ഷത്രം ആരാണ്, ഈ നക്ഷത്രം ആരാണ് എന്ന് മനസ്സിലാക്കാം. അതും ഒരു അനുമാനത്തിലൊക്കെ എത്താനേ നമുക്ക് പറ്റൂ. 4 അഭിപ്രായങ്ങളുണ്ട്. ഈ നക്ഷത്രം ആരാണ് എന്നതിന് 4 അഭിപ്രായങ്ങളുണ്ട്, മനസ്സിലാക്കുക. ഒന്ന്, ഇത് യേശുക്രിസ്തുവാണ് എന്നൊരു അഭിപ്രായമുണ്ട്. ഏത്? ആകാശത്തു നിന്ന് താഴെ വീണ് കിടക്കുന്നു എന്ന് പറയുന്ന നക്ഷത്രത്തെ ഒരു കൂട്ടം വ്യാഖ്യാതാക്കൾ പറയുന്നത് അതാരാണെന്നാണ്. കുറച്ച് പറ. യേശുക്രിസ്തു. അവർ ഇത് യേശുക്രിസ്തുവാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ വീണ് കിടന്ന നക്ഷത്രമാകുന്ന വ്യക്തി ആരായാലും ആ വ്യക്തിക്ക് തൊട്ട് താഴെ പറയുന്നു ഒരു താക്കോല് കിട്ടിയെന്ന്. ആർക്ക്? ഈ വീണ് കിടക്കുന്ന നക്ഷത്രത്തിന് എന്താ? താക്കോല് കിട്ടി. അതുകൊണ്ട് ഇത് യേശുവാണെന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? 1-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നുണ്ട്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് യേശുവാണ് ഇതെന്ന് ഒരു കൂട്ടം പറയുന്നു. നമുക്കത് ഖണ്ഡിതമായിട്ട് തീർച്ചയായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തിൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതിൽ നമുക്ക് കൂടുതൽ അനുയോജ്യമെന്ന് തോന്നുന്നതിനെ നമ്മൾ സ്വീകരിക്കുക. കാരണം മറിച്ച് പറയാനും ന്യായങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഈ പറയുന്ന നക്ഷത്രം യേശു ക്രിസ്തുവാണെന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു ചിലർ. രണ്ടാമത്, വീണുപോയ ദൂതന്മാരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം ഇത്. ഈ ദൂതന്മാരെ അറിയാമല്ലോ, ദൂതശാസ്ത്രം നമ്മൾ പഠിച്ചിട്ടുള്ളപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ ദൂതന്മാരാണ് ദൈവത്തോട് സമമായി ഇരിപ്പാൻ ആഗ്രഹിച്ച് അവരെ ദൈവം വെട്ടി എങ്ങോട്ടിട്ടത്? താഴേക്കിട്ടത്, വീണുപോയത്. അങ്ങനെ വീണുപോയ ദൂതന്മാരിൽ ഒരാളായിരിക്കാം ഇതെന്ന് രണ്ടാമതൊരു കൂട്ടർ പറയുന്നു. മൂന്നാമതൊരു കൂട്ടർ പറയുന്നത് ഇത് സാത്താനാണ്. ഈ വീണ് കിടക്കുന്ന നക്ഷത്രമെന്ന് പറയുന്നത് ശരിക്കും പിശാചാണ് എന്നൊരു അഭിപ്രായമുണ്ട്. നാലാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് ഒരു ദൂതനാണ് എന്നാണ്. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കിക്കോ. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന്, ആരാണെന്ന് പറഞ്ഞിട്ടില്ല, അവനെന്നേ ഉള്ളൂ, അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. അപ്പോൾ ഇവിടെ ഈ വീണ് കിടക്കുന്ന നക്ഷത്രം എന്ന് പറയുന്ന ആളിന് താക്കോല് ലഭിച്ചു. ആ താക്കോലും വെച്ച് നിൽക്കുന്ന ആൾ ആരാണെന്ന് ഈ വാക്യത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ 2-3 അഭിപ്രായം ഇവിടെ കേട്ടു. പക്ഷേ ഇയാൾ ആരാണെന്ന് കുറച്ചുകൂടെ വ്യക്തമായ ഒരു അഭിപ്രായം നമുക്ക് പറയാം. 20-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്, 20-ന്റെ 1-ാമത്തെ വാക്യം എടുക്കുന്ന ആൾ പെട്ടെന്ന് വായിച്ചോ. 20-ന്റെ 1. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, വിചാരിക്കുന്നത് 20-ാം അധ്യായം, ഇപ്പോൾ വായിച്ച 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന ആ ദൂതനും 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന ഈ താക്കോലുള്ള ആളും, ഒന്ന് ശ്രദ്ധിച്ചോ, രണ്ടുപേരും എന്തെങ്കിലും മനസ്സിലായോ? ഇപ്പോൾ ഞാൻ ലാസ്റ്റിൽ പറഞ്ഞത് 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന ആ വീണ് കിടക്കുന്ന നക്ഷത്രമെന്ന് പറയുന്നത് ഒരു ദൂതനാണ്.
ആ ദൂതനാണ് 20-ാം അധ്യായത്തിലും പറയുന്ന ദൂതൻ. അതിനെന്താണ് തെളിവ്? അനന്തരം 20:1 ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോല്, അഗാധത്തിൻ്റെ താക്കോൽ. 9:1 പറയുന്ന ആ പുള്ളിക്ക് എന്ത് താക്കോലാണ് കിട്ടിയേ? അതുകൊണ്ട് 4 അഭിപ്രായങ്ങൾ പറയുന്നുവെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അതിൽ 4-ാമത്തെ അഭിപ്രായം അതൊരു ദൂതൻ എന്നുള്ള അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. നിങ്ങൾ യോജിച്ചില്ലെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. അതിനെ സംബന്ധിച്ച് 4 അഭിപ്രായമുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൽ 4-ാമത്തെ അഭിപ്രായത്തോടാണ് എനിക്ക് യോജിപ്പുള്ളത്. നിങ്ങൾ ഏതാണെന്നുള്ളത് നിങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ ഈ നിലയിലാണ് ആ വീണ് കിടക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത്. ഇത്രയും വിശദീകരിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഞാനൊന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. ആട്ടെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ വീണ് കിടക്കുന്ന ആ നക്ഷത്രമാകുന്ന ദൂതൻ്റെ കയ്യിൽ എന്ത് കിട്ടി? ഒരു താക്കോല് കിട്ടി. താക്കോൽ എന്തിനുള്ളതാ? സുരേഷ് ബ്രദറെ, താക്കോൽ എന്തിനുള്ളതാ? തുറക്കാനുള്ളതാ. അടയ്ക്കുവാനും തുറക്കുവാനുമുള്ളതാണ് താക്കോൽ. അതിനാണല്ലോ. അപ്പോൾ ഈ ദൂതൻ്റെ കയ്യിൽ ഈ താക്കോൽ ലഭിച്ചു. ഇത് എവിടമാ തുറന്ന്? ഇദ്ദേഹം ബെഡ്റൂം തുറന്നോ, ഹാള് തുറന്നോ, കിച്ചൺ തുറന്നോ, സ്റ്റോർ തുറന്നോ, പെട്ടകം തുറന്നോ? എന്തുവാ തുറന്നേ? അത് എന്താ തുറന്നേ? അഗാധ കൂപം തുറന്നു. ഉടനെ പെട്ടെന്ന് അദ്ദേഹം ചെയ്തതാണ് കേട്ടോ. അഗാധ കൂപം തുറന്നു. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അഗാധ കൂപം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദൂതൻ്റെ കയ്യിൽ ഒരു താക്കോല് ലഭിച്ചു. ആ താക്കോല് കൊണ്ട് അഗാധ കൂപം തുറന്നു. നമ്മൾ 1-ാം അധ്യായം പഠിച്ചപ്പോൾ ഓർത്തതാ, കർത്താവിൻ്റെ കയ്യിൽ പല താക്കോലുകളുണ്ട്. കർത്താവിൻ്റെ കയ്യിൽ പല താക്കോലുകളുണ്ട് എന്നതുപോലെ ഇവൻ്റെ കയ്യിൽ കിട്ടിയ താക്കോല് കൊണ്ട് ഇവൻ അഗാധ കൂപം തുറന്നു. അപ്പോൾ ഈ അഗാധ കൂപം എന്ന് ആ വാക്ക് കൊണ്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ, അഗാധമെന്ന് പറഞ്ഞാൽ അയ്യോ ആ കിണർ അഗാധമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നമുക്ക് നിർണയിക്കാൻ കഴിയുന്നതിൽ, ഭാവിക്കാൻ കഴിയുന്നതിലേറെ ആഴമുള്ളതാണ്. അത് അഗാധ കുഴിയാണ് എന്ന് പറഞ്ഞാൽ അത്രയും താഴ്ച എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ അഗാധകൂപം എന്ന് പറഞ്ഞാൽ അതിന് അടിയില്ലാ കുഴി, അടി കാണാ ഗർത്തം എന്നൊക്കെ പറയാം. ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിയില്ലാ കുഴി എന്ന് പറയുന്നത് എന്തുവാ? അടിയില്ല. അവൻ്റെ കയ്യിൽ കിട്ടിയ താക്കോല് കൊണ്ട് അവൻ അടഞ്ഞിരിക്കുന്ന അഗാധകൂപം തുറന്നുവെന്നാണ്. ആ അഗാധകൂപം എന്ന് പറയുന്നത് അടിയില്ലാത്ത കുഴി, അടി കാണാൻ കഴിയാത്ത അത്ര ആഴമായ, നമ്മൾ ആഴമുള്ള പലതും കേട്ടിട്ടുണ്ടായിരിക്കും, ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ കേട്ടിട്ടുള്ളതിലും കണ്ടിട്ടുള്ളതിലും വെച്ച് അതിനേക്കാളും ആഴമുള്ളതാണ് ഈ പറയുന്ന അഗാധകൂപം എന്ന് പറയുന്നത്. ഈ അഗാധകൂപം ചില ആളുകൾ വിചാരിക്കുന്നത് പാതാളം എന്നാണ്. പാതാളം. എന്നാൽ പാതാളമല്ല ഇത്. പാതാളമാണ് എന്ന് ചിന്തിക്കാൻ കുറേ ന്യായങ്ങൾ അവർക്കും ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഭാഷാപരമായിട്ട് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് പാതാളത്തിന് ഗ്രീക്കിൽ പറയുന്ന പേര് ടാർട്ടറോസ് എന്നാണ്. ടാർട്ടറോസ്. ശ്രദ്ധിച്ച് ഒന്ന് കേൾക്കണം. അതിന് ഞങ്ങൾക്ക് ഗ്രീക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്കും അറിഞ്ഞുകൂടാ. പിന്നെ എന്തിനാണ് എന്നെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഭാഷ പഠിതാക്കളായ ആളുകൾ ഈ പ്രയോഗം പഠിച്ച് മനസ്സിലാക്കി പറയുന്നതാണ്. ഈ അഗാധകൂപമെന്ന് പറഞ്ഞാൽ പാതാളമല്ല എന്ന് പറയാനാ. പാതാളത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ടാർട്ടറോസ് എന്ന വാക്ക്. എന്നാൽ ഈ അഗാധകൂപത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടാർട്ടറോസ് അല്ല. പിന്നെ എന്താ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത്? അബസ്റ്റോസ് എന്ന വാക്കാണ്. ഏതിന്? അഗാധകൂപത്തിന്. അപ്പോൾ ഇത് രണ്ടും രണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായി? പാതാളത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം വേറെ, ഈ പറഞ്ഞ അഗാധകൂപത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം വേറെ. ഈ അഗാധകൂപം എന്ന് പറയുന്നത് പിന്നെ എന്തിനാണെന്ന് ചുരുക്കി ഒറ്റ വാക്കിൽ അധികം വിശദീകരിക്കാതെ പറഞ്ഞാൽ, ഏറ്റവും കിരാത സ്വഭാവമുള്ളവരും ക്രൂരന്മാരുമായി, മനുഷ്യർക്ക് ശല്യക്കാരായി തീരുന്ന, മനുഷ്യരെ നിരന്തരം പീഡിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന അതിഭീകര സ്വഭാവമുള്ള പൈശാചിക ശക്തികൾ. ശ്രദ്ധിച്ചോ? പൈശാചിക ശക്തികൾ. അവർക്ക് ദേഹമില്ല. അവരൊരു ആത്മരൂപികളെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള പൈശാചിക ശക്തികളെ തിന്മയുടെ മൂർത്തികളായി, ക്രൂര സ്വഭാവമുള്ളവരായി, മനുഷ്യരെ വേദനിപ്പിക്കുന്നതിൽ ഹരമുള്ളവരായി വിഹരിക്കുന്ന ഒരു കൂട്ടം സാത്താന്യ സൈന്യമുണ്ട്. ഈ സാത്താന്യ സൈന്യത്തെ അടച്ചിട്ടിരിക്കുന്ന
സ്ഥലമെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അഗാധകൂപമെന്ന്. പിടികിട്ടിയോ? അതിനിപ്പോൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നു? ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു, അടച്ചിട്ട് വെച്ചിരിക്കുന്നു. എന്നാൽ അവിടെ പോകേണ്ട, അവിടെ തള്ളിയിടേണ്ടത്, അവിടുത്തെ അന്തേവാസികളായി അടച്ചിടപ്പെടേണ്ടതുമായ ചില പൈശാചികന്മാർ, ചില പിശാചികൾ ഇന്ന് ഏതെങ്കിലും വിധത്തിൽ പറയാൻ തെന്നിയോ തെറ്റിയോ എവിടെയോ കണ്ണ് വെട്ടിച്ചോക്കെ ഇന്ന് അന്തരീക്ഷത്തിലുണ്ട്. പിശാചുണ്ട്, അത് വേറെ. അതുപോലെ ഈ സ്വഭാവമുള്ള പൈശാചിക ശക്തികൾ ഇന്ന് ഇവിടെ വിഹരിക്കുന്നുണ്ട്. അവർ നമുക്ക് തലവേദനക്കാരാണ്. വിശ്വാസികളെ വേണമെങ്കിലും തെറ്റിക്കാനോ ഉപദ്രവിക്കാനോ ഒക്കെ അവസരം നോക്കി നടക്കുന്നവരാണ്. പിന്നെ മറ്റുള്ളവരെ അവർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ശക്തികളെ അടച്ചിടേണ്ട സ്ഥലമാണ് ഈ അഗാധകൂപം. അടച്ചിട്ടിരിക്കുക. നമ്മളത് മനസ്സിലാക്കുന്നതിനപ്പുറമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പം നമുക്കറിയാം, മനുഷ്യരിൽ തന്നെ ചിലരെ തുറന്നു വിടാതെ അടച്ചിട്ടിരിക്കുന്നു. എവിടെയൊക്കെയാണ്? ജയിലുകളിൽ, തിഹാർ ജയിൽ പോലുള്ളതായ ജയിലുകളിലൊക്കെ അവരെയൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ എന്തായി തീരും? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ചിലപ്പോൾ ചിലർക്ക് പരോള് അനുവദിച്ച് വിടുമ്പോൾ തന്നെ ഇവിടെ കാണിക്കുന്നതൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നില്ലേ? അതായത് മനുഷ്യരിൽ ചിലരെ എല്ലാ മനുഷ്യരെയും പോലെ സ്വൈരജീവിതം ചെയ്യുന്നതിന് തുറന്നു വിടാൻ പറ്റാത്തത് കൊണ്ട് അവരെ വിലങ്ങ് വെച്ച് അടച്ച് കാരാഗൃഹത്തിൽ ഇട്ടിരിക്കുക. അവരെയൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഭൂമി നരകമാകും എന്നതുപോലെ ഈ പൈശാചിക ശക്തികളെയെല്ലാം അഗാധ കൂപത്തിലാക്കി എന്ത് ചെയ്തിരിക്കുന്നു? അടച്ചിട്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, 6000 പിശാചികൾ ഒരുമിച്ച് ഒരിക്കൽ ഒരു മനുഷ്യൻ്റെ ദേഹത്ത് കയറി, അല്ലയോ? അവനെയാണ് നമ്മൾ കെദരദേശത്ത് നമ്മൾ കാണുന്നത്. അവനെ കർത്താവ് സൗഖ്യമാക്കുന്ന സമയത്ത് അവനിൽ നിന്നിറങ്ങുന്ന ഭൂതങ്ങൾ, അവനിൽ വസിച്ചിരുന്ന ദുർഭൂതങ്ങൾ, അതിൻ്റെ പേര് ലെഹിയോൻ എന്നാണ്. ലെഹിയോൻ എന്ന് പറഞ്ഞാൽ 6000 എന്ന സംഖ്യയ്ക്ക് പറയുന്ന വാക്കാണ്. 6000 അവനെ പുറത്താക്കി. അവൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഈ ഭൂതങ്ങളെല്ലാം എന്ത് ചെയ്തെന്നറിയാമോ? എന്ത് പറഞ്ഞെന്നറിയാമോ? ദയവ് ചെയ്ത് ഞങ്ങളെ എങ്ങോട്ട് അയക്കരുത്. വായിച്ചോ, ലൂക്കോസിൻ്റെ സുവിശേഷം 8:31. ലൂക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം നോക്ക്. ലൂക്കോസ് 8:31. ഇവിടെ പറയുന്ന ഈ പ്രയോഗം നമ്മൾ നേരത്തെ കേട്ടതുപോലുള്ള ഈ അഗാധകൂപത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം കൂടെയാണ്. അഗാധകൂപത്തിന് അബിസ്റ്റോസ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ അബിസ്റ്റോസ് എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ അയക്കരുതെന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഈ പാതാളത്തിനാണ് ടാർട്ടറോസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ വായിച്ച വാക്കിലും പാതാളമെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഗ്രീക്കിൽ അങ്ങനെയല്ല. ആ പറയുന്ന സ്ഥലത്തിന് ഈ പാതാളത്തിന് ഉപയോഗിക്കുന്ന ടാർട്ടറോസ് എന്ന വാക്കല്ല, അഗാധ കൂപത്തിന് ഉപയോഗിക്കുന്ന അബിസ്റ്റോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭൂതങ്ങളിപ്പോൾ പറയുന്നത് ഞങ്ങളെ ദയവ് ചെയ്ത് ഇപ്പോൾ എങ്ങോട്ട് അയക്കരുത്, ഈ അബിസ്റ്റോസിലേക്ക് അയക്കരുത്, ഈ അഗാധ കൂപത്തിലേക്ക് അയക്കരുത് എന്നാണ് അവർ അപേക്ഷിക്കുന്നത്. അപ്പോൾ അവർക്കൊരു കാര്യം അറിയാം, കർത്താവ് ഞങ്ങളെ പിടികൂടിയാൽ തീർച്ചയായിട്ടും നേരെ എങ്ങോട്ടായിരിക്കും അയക്കുന്നത്? ഈ അഗാധ കൂപത്തിലേക്കാണ് അയക്കുന്നത്. അവിടെ പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇനി എന്താണ് പറ്റാത്തത്? ഇതേ കാര്യം മറ്റൊരു സ്ഥലത്ത് പറയുന്നു. മത്തായിയുടെ സുവിശേഷം എടുത്ത് 8:29. മത്തായി 8:29 വാക്യം നോക്ക്. മത്തായി 8:29. എന്ത്? അവരുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? ഏതായാലും ഒരു ദിവസം ഞങ്ങൾ ദണ്ഡിപ്പിക്കപ്പെടും, ഞങ്ങൾ പിടിക്കപ്പെടും, ഞങ്ങളെ ഇവിടേക്ക് അയക്കും. ഈ നമ്മളിനി പഠിക്കാൻ പോകുന്നതേ ഉള്ള വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വരുമ്പോൾ പിശാചിനെ പിടിച്ച് എന്ത് ചെയ്യാൻ പോവുകയാണെന്നറിയാമോ? 1000 ആണ്ടേക്ക് എങ്ങോട്ടിടാൻ പോകുന്നു? പാതാളത്തിലിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? അടച്ചു പൂട്ടാൻ പോകുന്നു. അത് പാതാളത്തിൻ്റെ താക്കോൽ കൈവശമുള്ള കർത്താവ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൽ അല്പം വിഭിന്നമായ ഒരു കാര്യമാണിത്. ഇത് ആ പാതാളമല്ല, അതിനും മേലെ അതിന് അപ്പുറമായിട്ടുള്ള അഗാധമായ മറ്റൊരു സ്ഥലമാണെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്.
പാപം ചെയ്ത ദൂതന്മാരെ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് പൂട്ടി ദൈവം ഇവിടെ ഇട്ടിരിക്കുക. അങ്ങനെയുള്ള ആളുകൾക്കുള്ളതായ ഈ അഗാധകൂപം. നമ്മുടെ വിഷയം ഈ ആകാശത്തു നിന്ന് വീണ് കിടക്കുന്ന നക്ഷത്രമെന്ന് പറയുന്ന ദൂതൻ ഈ പറയുന്ന ഭീകരമായ തിന്മയുടെ അങ്ങേയറ്റം പ്രവർത്തിക്കുന്ന കിരാത സ്വഭാവമുള്ള പൈശാചികന്മാരെ എല്ലാം പിടിച്ച് ഈ അഗാധകൂപത്തിൽ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരവിടെ കിടക്കുക. ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ വേദവ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അത് ഞാനിവിടെ പറയുന്നില്ല. നിങ്ങളുടെ ഈ എന്താ പറയുക, ചിന്തകളെ കൂടുതൽ കുഴപ്പത്തിലാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഈ അഗാധകൂപത്തിൽ കിടക്കുന്ന ആളുകൾ ആദാമിൻ്റെ സൃഷ്ടിക്ക് മുമ്പേ ഭൂമിയിൽ വസിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടെന്നും അവർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് പാപം ചെയ്തപ്പോൾ അവർക്ക് ശരീരം നഷ്ടപ്പെട്ടവരായി തിന്മയുടെ ആത്മാക്കളായി കഴിയുന്നു എന്നും ഒരു പഠിപ്പിക്കലുണ്ട്. ക്യാപ്തിയേറി എന്ന് അതിനെക്കുറിച്ച് പറയും. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന നന്മയേക്കാൾ കൂടുതൽ ദോഷമുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് ഭയന്ന് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്തയും ഒരു ഉപദേശവും നമ്മുടെ ഇടയിലുണ്ട്. അതിനകത്ത് എത്രത്തോളം നമുക്ക് യോജിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുക. അത്തരം ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നത് ആ കാലത്തിലെ ആത്മാക്കളെയാണ് ഇപ്പോൾ എവിടെ ഇട്ടിരിക്കുന്നത്, ഈ പറഞ്ഞ അഗാധ കൂപത്തിലാക്കി അടച്ചിട്ടിരിക്കുന്നതെന്നത്. അത് എന്തുമാകട്ടെ, ഒരു കാര്യം വ്യക്തമാണ്, അഗാധ കൂപത്തിനകത്ത് പൈശാചിക ശക്തികൾ ഒരു കൂട്ടം കിടപ്പുണ്ട്. അവർ പുറത്ത് വരാതെ ഇപ്പോൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നു, ക്ലോസ് ചെയ്ത് അടച്ചു വച്ചിരിക്കുന്നു. ഇത്രയും കാര്യം മനസ്സിലോർത്താൽ മതി. ഇപ്പം മഹാപീഡനത്തിൻ്റെ കൂട്ടത്തിൽ ഈ 5ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ആകാശത്തു നിന്ന് വീണ് വന്ന ആ ദൂതൻ കയ്യിൽ കിട്ടിയ താക്കോല് കൊണ്ട് തുറക്കുന്നത് ഇവിടെ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്ന എന്തിനെയാണ് അഗാധ കൂപത്തെ തുറന്നു. നമുക്ക് നോക്കാം. പേടിക്കരുതാരും, തുറക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നോക്കൂ. 9-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ച ഒരാൾ. അവൻ അഗാധ കൂപം തുറന്നു. എന്നിട്ട് കേട്ടോണം, ഉടനെ പെരിഞ്ചൂളയിലെ, ഈ ചൂളയിലെ പുക കണ്ടിട്ടുണ്ടോ? ചൂളപ്പുകയൊക്കെ കണ്ടിട്ടുണ്ടോ? എന്താ രാജൻ ബ്രദറെ, അവിടെയൊക്കെ പണിയെടുത്തിട്ടുള്ള ആളില്ലേ? ചൂളപ്പുക എന്ന് പറഞ്ഞാൽ ചുള്ളയിലെ പുക തീ കത്തു മുമ്പേ അല്ലേ, അതൊന്ന് നമുക്ക് ഭാവിക്കാൻ പറ്റുന്നതിലപ്പുറമായ ചിലയിടങ്ങളിലൊക്കെ 10-15 ചുള്ളകളൊക്കെ അടുത്തടുത്തുണ്ടായിരിക്കും. അതെല്ലാം കൂടെ ഒരുമിച്ച് കത്തിച്ച് കഴിയുമ്പോൾ കത്തി വരുന്നതിന് മുമ്പുണ്ടാകുന്ന പുക ആ പ്രദേശത്തെ മൊത്തം നമുക്ക് കാണാമറയത്തെത്തിക്കും പോലൊരു അവസ്ഥയാകും. ഇതൊരു ഭാവനയാണ് പറയുന്നത്. അതുപോലുള്ള ചൂളയല്ല, പെരിഞ്ചൂളയിലെ പുക പോലെ എന്ന് പറഞ്ഞാൽ ആ പ്രദേശം മൊത്തവും നമുക്ക് കാണാത്ത അവസ്ഥയിൽ പുക കൊണ്ട് മറയുക. മേഘം കൊണ്ട് മറയുന്നത് പോലെ പുക കൊണ്ട് മറയുക. പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന്, ഈ അഗാധ കൂപത്തിൽ നിന്ന് എന്താ പുറത്തു വന്നേ? പുക പുറത്തു വന്നു. ആദ്യം സംഭവിച്ചു, ഈ ദൂതൻ അത് തുറന്നപ്പോൾ അഗാധ കൂപത്തിനകത്ത് പുക. അപ്പോൾ ഒരു കാര്യം ഓർക്ക്, അഗാധ കൂപത്തിനകത്ത് പുക കൊണ്ട് നിറഞ്ഞിരിക്കുക, പുക. അപ്പോൾ അതിനകത്ത് കിടക്കുന്ന ജീവികൾ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്നുള്ളത് ഊഹിക്കാവുന്നതാണ്. ഇത് കേവലം ഒരു ഭാവനാത്മകമായ ഒരു പ്രയോഗമല്ല. ഈ തിന്മയുടെ ശക്തികളായ പിശാചികളെല്ലാം അഗാധ കൂപത്തിലിട്ടിരിക്കുക. അവിടെ പുക, നരകത്തിലും പുകയുണ്ട്, അത് വേറെയാണ്. നരകത്തിലുള്ള പുക വേറെ, ഈ അഗാധ കൂപത്തിലെ പുക എന്ന് പറയുന്നത് വേറെയാണ്. ഇനി ഇങ്ങനെ ഒരു പുകയെക്കുറിച്ചുള്ളത് പ്രവചനത്തിൻ്റെ നിവൃത്തിയും കൂടിയാണ്. ഇങ്ങനെ പുക ഭാവിയിൽ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് പ്രവാചകന്മാരായ ചിലർ പ്രവചിച്ചിട്ടുണ്ട്. 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. യോവേൽ പ്രവചനം 2-30 വാക്യം നോക്കിക്കേ. യോവേൽ പ്രവചനം 2-30 വാക്യം. ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും എന്തോന്ന് പുകത്തൂണ് തന്നെ. കണ്ടോ, ഈ യോവേലിൻ്റെ പ്രവചന വാക്കുകൾ പോലെ ഭാവിയിൽ ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. അത് മഹാപീഡന കാലത്തോട് ചേർത്ത് ചിന്തിച്ചാൽ എത്രയോ ശരിയാണ്. രക്തവും തീയും അതൊക്കെ മുമ്പിലുള്ള കാഹളങ്ങൾ ഊതിയപ്പോൾ സംഭവിച്ചതാണ്. വേറൊരു കാര്യം കൂടെ ചേർത്തും ചിന്തിച്ചോ, പറഞ്ഞതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ കാഹളങ്ങൾ ഊതുമ്പോൾ വരുന്ന പ്രത്യാഘാതങ്ങളിൽ ചിലതെല്ലാം പണ്ട് മിസ്രയീമിൽ 10 ബാധകൾ അയച്ചപ്പോൾ ഉണ്ടായ ബാധകളിൽ ചിലത് ആവർത്തിക്കപ്പെടുന്നു.
അവിടെ ന്യായവിധിയായിട്ടാണ് അതൊക്കെ നടന്നത്. ശരിയാ. അതുപോലെ തന്നെയാണ് അന്ന് ആ മിസ്രയീമിലെ ന്യായവിധി നടക്കുമ്പോൾ ഇസ്രായേലിനെ ന്യായവിധിയിൽ പെടാതെ ദൈവം എന്ത് ചെയ്യുകയായിരുന്നു? സംരക്ഷിക്കുകയായിരുന്നു. ഇവിടെ ഈ പറഞ്ഞ സംഭവങ്ങൾ വരുമ്പോൾ ന്യായവിധിയിലൂടെ അവർ കടന്നു പോകുകയാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ഇവർ ന്യായവിധിയിലൂടെ കടന്നുപോയി സത്യദൈവത്തെ അറിയാനുള്ള അവസരം ദൈവം കൊടുക്കുക. അവിടെ അവർ ന്യായവിധിയിലൂടെ, അതായത് മിസ്രയീമിൽ ബാധകൾ വന്ന ആളുകൾ ബുദ്ധിമുട്ടുമ്പോൾ ഇവർ പാർത്ത സ്ഥലം ഖോസേൻ എന്നൊരു സ്ഥലമാണ്. അവിടെ ഇതൊന്നുമില്ല. അവരുടെ പ്രദേശത്ത് ഈ ബാധകൾ ഏൽക്കാതെ അവിടെ ദൈവം അവരെ സുരക്ഷിതരായിട്ട് സൂക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി നോക്കണേ പ്രിയപ്പെട്ടവരെ. ഇവിടെ അങ്ങനെയല്ല. ഇവരെ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ യഹൂദന്മാരെ ശരിക്കും മരിക്കി പരുവപ്പെടുത്തി പക്വപ്പെടുത്തി എടുക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു മനസ്സൊരുക്കത്തിനുള്ള പ്രവൃത്തിയായിട്ട് ഈ ന്യായവിധി ഇരിക്കുക. അപ്പോൾ പുക വന്നു എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവൃത്തിയും കൂടി ആയിരിക്കാം എന്ന് പറഞ്ഞതാണ് ഞാൻ. വിഷയത്തിലേക്ക് വീണ്ടും നമുക്ക് വരാം. വെളിപ്പാട് പുസ്തകം 9:3 വരാം. അങ്ങനെ കൂപത്തിൽ നിന്ന് പുകയാൽ സൂര്യനും ആകാശവും എന്ത് ചെയ്തു പോയി? സൂര്യൻ ഇരുണ്ടു പോകുന്ന പുക എന്തായിരിക്കും? എന്ത് കടുപ്പമുള്ള പുകയാണേലും സൂര്യപ്രകാശത്തെ തടയാൻ പറ്റത്തില്ല. അപ്പോൾ സൂര്യനെയും തടയുന്ന വിധത്തിലുള്ള പുകയാണെങ്കിൽ നമ്മുടെ ഭാവനകൾക്ക് അതീതമാണെന്നും കൂടി ഓർപ്പിക്കട്ടെ. അങ്ങനെ ഒരു പുകയാണ് ഈ അഗാധ കൂപത്തിൽ നിന്ന് പുറത്തു വരുന്നത്. പോകട്ടെ. അപ്പോൾ കൂപം തുറന്നപ്പോൾ, അഗാധ കൂപം തുറന്നപ്പോൾ പുക വമിക്കുന്നു. അടുത്ത് 3-ാം വാക്യം, പുകയിൽ നിന്ന്, ആ പുകയോടുകൂടെ പുകയിൽ നിന്ന് എന്ത് പുറപ്പെട്ടു? വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അപ്പോൾ ഈ വെട്ടുക്കിളികൾ എവിടെ ഇട്ടിരുന്നു? ഈ അഗാധ കൂപത്തിൽ അടച്ചിട്ടിരുന്നു. സാധാരണ വെട്ടുക്കിളി എവിടെയാണ് കിടക്കുന്നത്? എവിടെയാണ് സഞ്ചരിക്കുന്നത്? വെട്ടുക്കിളി പ്രകൃതിയിൽ വൃക്ഷങ്ങളോടുകൂടെ അല്ലേ അങ്ങനെ കഴിയുന്നതാണ്. പക്ഷെ ഇവിടെ പറയുന്ന ഈ സൈസ് വെട്ടുക്കിളി എവിടെ ഉണ്ടായിരുന്നു? പൈശാചിക ശക്തികളെ അടച്ചിട്ടിരിക്കുന്ന അഗാധഗർത്തത്തിൽ, അടിയില്ലാ കുഴിയിൽ കിടക്കുക. അവിടെ പുക നിറഞ്ഞിരിക്കുക. അഗാധകൂപം തുറന്നപ്പോൾ പുക പുറത്തു വരുന്നതിൻ്റെ കൂടെ ഇതാ കുറേ വെട്ടുക്കിളികൾ വന്നു. അപ്പോൾ ഇതെന്തോന്ന് വെട്ടുക്കിളിയാണ്? ഈ വെട്ടുക്കിളിയെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാ ഭാഗത്തേക്കും ഞാൻ കടക്കുന്നില്ല. ഒരു കാര്യം ഓർത്തോ, വെട്ടുക്കിളി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഇടമെല്ലാം ഒരു ന്യായവിധിയുടെ പ്രതീകമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വെട്ടുക്കിളി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഇടത്തെല്ലാം എന്തായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? ന്യായവിധിയുടെ പ്രതീകമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണം, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ വെട്ടുക്കിളി ഞാൻ അയക്കും, വെട്ടുക്കിളി നിങ്ങളുടെ കൃഷികളെയെല്ലാം പച്ചപ്പ് മുഴുവനും തിന്ന്. വെട്ടുക്കിളിയിലൂടെ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതമെന്ന് പറയുന്നത് അവൻ്റെ കൃഷിസ്ഥലങ്ങളെല്ലാം എന്തു ചെയ്യും? ഇത് വന്ന് പച്ചിലകളെയും ഇലപ്പച്ചകളെയും എല്ലാം തിന്ന് തീർക്കുന്നതാണ് വെട്ടുക്കിളി. അതാണ് ഈ നമ്മുടെ ഈ ചെറു കൃഷികളിലെല്ലാം പുഴുക്കുത്തു വീണ് ഇലകളെല്ലാം തിന്ന് തീർക്കുന്നത് പോലെ വെട്ടുക്കിളി ഒരു ദേശത്തേക്ക് വന്നാൽ അത് ആ ദേശത്തിലുള്ള വിളവുകളെല്ലാം നശിപ്പിക്കുകയാണ്. ഇത് ആവർത്തന പുസ്തകം 28-ൽ പറയുന്നതാണ്. അത് കഴിഞ്ഞ് യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ ദേശത്തിന്മേൽ വെട്ടുക്കിളികളെ അയക്കും, അത് തിന്ന് തീർത്തത് വിട്ടിൽ തിന്നും, അതിനുശേഷമുള്ളത് കരിഞ്ഞു പോകുന്ന അതിഭീകരമായ വേനൽ ഞാൻ അനുവദിക്കും എന്ന് പറയുക. നിങ്ങൾക്ക് ഞാൻ ആ വാക്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറയാത്തതാണ്. വേദപുസ്തകത്തിൽ വെട്ടുക്കിളിയെ പറഞ്ഞിട്ടുള്ള ഇടങ്ങളിലെല്ലാം അതൊരു ന്യായവിധിയുടെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഏത് വെട്ടുക്കിളി? ഇന്ന് പ്രകൃതിയിലുള്ള സാധാരണ പക്ഷികളെപ്പോലെ, കിളികളെപ്പോലെ, പറവകളെപ്പോലെ പറന്ന് നടക്കുന്ന വെട്ടുക്കിളി. ആ വെട്ടുക്കിളികൾ തന്നെ ഒരു മനുഷ്യൻ്റെ കൃഷിത്തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അതവന് ശാപമാണ്, അതവന് നഷ്ടമാണ്, അവൻ്റെ കൃഷിയെ മുഴുവനും നശിപ്പിച്ച് കളയും. അതാണ് വെട്ടുക്കിളി. ആ വെട്ടുക്കിളിയെ ഒരു ദേശത്ത് ദൈവം പറ്റം കണക്കിന് കൂട്ടം കണക്കിന് അയച്ചു കഴിഞ്ഞാൽ ആ ദേശത്തോടുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഇടപെടലെന്നും കൂടി ഓർത്തുകൊള്ളുക. അത് ആദ്യം നമ്മൾ കാണുന്നത് മിസ്രയീമിലാണ്. അപ്പോൾ ഇവിടെ പറയുന്ന വെട്ടുക്കിളി മിസ്രയീമിൽ വന്നിറങ്ങിയ വെട്ടുക്കിളി പോലെയല്ല. എവിടെ പറയുന്നത്? ഈ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ പറയുന്ന വെട്ടുക്കിളി മിസ്രയീമിൽ 10 ബാധകളുടെ കൂട്ടത്തിൽ വന്ന 8ാമത്തെ ബാധയായ വെട്ടുക്കിളിയല്ല. എന്താ കാരണം? അങ്ങോട്ട് പോകാം. പുറപ്പാട് പുസ്തകം എടുത്ത് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 14-15 വാക്യം നോക്ക്.
പുറപ്പാട് 10:14-15 വാക്യം. വെട്ടുക്കിളി മിസ്രയീം ദേശത്തൊക്കെയും വന്നു. അടുത്ത് എന്തോന്ന് കുറച്ച് വായിച്ച സൂരി. അനവധിയായി വീണു. അതുപോലൊരു വെട്ടുക്കിളി അതുവരെ അതിന് മുമ്പുണ്ടായിട്ടില്ല. അടുത്ത് അവിടെ ഒരു പോയിന്റ് നിന്നോ, ഇനി ഉണ്ടാകത്തുമില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വെട്ടുക്കിളി അതുപോലെ അല്ല. എന്താ കാര്യം? അവിടെ പറഞ്ഞിരിക്കുക കർക്കശമായിട്ട്, അതുപോലൊരു വെട്ടുക്കിളി ഇനി വചനമാണ് പറയുന്നത്, അതുകൊണ്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, മിസ്രയീമിലെ ബാധയുടെ കൂട്ടത്തിൽ വന്ന വെട്ടുക്കിളി അല്ല വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വെട്ടുക്കിളി. കാരണം നമ്പർ 1 വചനം തന്നെ പറയുന്നു, അതുപോലൊരു വെട്ടുക്കിളി ഇനി എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. 2, ഇനി ആ ഭാഗം തന്നെ വായിച്ച രണ്ടാമത്തെ കാരണം, അത് ഭൂതലത്തൊക്കെയും ഭൂമിയിൽ നിലത്തിലെ സകല സസ്യവും ആ വെട്ടുക്കിളിയുടെ പ്രത്യേകത നേരത്തെ ഞാൻ പറഞ്ഞതാ, സസ്യാദികളെ എല്ലാം തിന്ന് നശിപ്പിച്ച് കളഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വെട്ടുക്കിളിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകത്തിലേക്ക് വാ, 9-ാം അധ്യായത്തിലേക്ക് വാ. അത് 3-ാമത്തെ വാക്യം, പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു, അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേട് വരുത്തരുത് എന്ന് അതിന്. അപ്പോൾ ഈ വെട്ടുകിളിയുടെ പ്രത്യേകത എന്താ? ഈ വെട്ടുകിളി ഒരു പച്ചിലയും തൊടത്തില്ല, വൃക്ഷത്തിൻ്റെ ഇലകളെയും തൊടത്തില്ല, പച്ചിലകളെയോ കൃഷിയെയോ പച്ചപ്പായി കാണുന്ന ഒരു ഇല പോലും അത് കടിക്കത്തില്ല. എന്തൊരു പ്രതിഭാസമാണെന്ന് നോക്കണേ. ഇനി കടിക്കാത്തതിന് കാരണം എന്താണ്? അവിടെ തന്നെ ഉണ്ട്, ആ വാക്യത്തിൽ തന്നെ ഉണ്ട്, അങ്ങനെ ചെയ്യരുതെന്ന് കൽപ്പനയുണ്ടായി. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അക്ഷരം പ്രതി ആരനുസരിക്കുന്നു? വെട്ടുക്കിളി അനുസരിക്കുന്നു, മീൻ അനുസരിച്ചു, കാക്ക അനുസരിച്ചു, കഴുതയനുസരിച്ചു, കാളയനുസരിക്കുന്നു. പ്രവാചകൻ പറയുക, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെയും പുൽത്തൊട്ടി അറിയുന്നു, അതിന് വിവേകമുണ്ട്, തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വെട്ടുക്കിളികൾക്ക് ബുദ്ധി ഉണ്ടെന്ന്, വിവേചന ശക്തി, അത് മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള ഈ വിവേകം എന്ന് പറയുന്നത്, പകുത്തറിവെന്ന് തമിഴിൽ അതിന് പറയും, വിവേചന ബുദ്ധി. ഈ വെട്ടുക്കിളികൾക്ക് കൊടുത്തിരിക്കുക, ഈ ഇലകളൊന്നും തുടരില്ലേ, നിങ്ങൾക്ക് തൊടാൻ വേറെ സാധനം തരാമെന്ന് പറഞ്ഞിരിക്കുക, അത് നമുക്ക് കേൾക്കാൻ പോവുക. അപ്പോൾ ഈ വെട്ടുക്കിളി മിസ്രൈമിലുണ്ടായ വെട്ടുക്കിളിയല്ല, അതിനി ഉണ്ടാകത്തില്ലെന്ന് പറയുന്നു. അതുപോലെയുള്ള വെട്ടുക്കിളിയല്ല. പിന്നെ മിസ്രൈമിലുണ്ടായ വെട്ടുക്കിളി പച്ചപ്പുകളെല്ലാം നശിപ്പിക്കുന്നതാണ്. ഈ വെട്ടുക്കിളിക്ക് അങ്ങനെ ഒരു അവകാശം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ ഈ വെട്ടുക്കിളിയുടെ രൂപം നോക്കാം. രൂപം, ഈ വെട്ടുക്കിളി ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വെട്ടുക്കിളിയുടെ പ്രത്യേകത നോക്കിക്കോ. അതിൻ്റെ ശക്തി 9:3 പറയുന്നുണ്ട്, ഭൂമിയിലെ എന്തിനുള്ള ശക്തി? തേളിനുള്ള ശക്തി ലഭിച്ചു. അടുത്ത് അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ, വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. ഈ യുദ്ധത്തിന് ഒരുക്കി വിട്ടിരിക്കുന്ന കുതിര കണ്ടിട്ടുണ്ടോ? കുതിര, അതിന് മുഖപ്പട്ട ഉണ്ടായിരിക്കും, കുറച്ച് ഡാലം ഉണ്ടായിരിക്കും, അതിന് ചില കഴുത്തിലൊക്കെ പ്രത്യേകമായ വാറും ഒക്കെ ഉണ്ടായിരിക്കും. യുദ്ധത്തിന് ചമയിച്ച് വിട്ടിരിക്കുന്ന കുതിര പോലെ ഇതൊരു ഭാവനാത്മകമായ ഒരു വിശദീകരണമാണ്. അതുപോലെ ഒരുക്കി വിട്ടിരിക്കുന്ന വെട്ടുക്കിളിയെ കുതിരയെപ്പോലെയാണ് ഈ വെട്ടുക്കിളി. എന്തിനും ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടിന് യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു കുതിരയ്ക്ക് സമമായി ഈ കിളികൾ ഇതാ പുറത്തു വരികയാണ്. പിന്നെയും തീരുന്നില്ല, നോക്കിക്കോ. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം, തലയിൽ പൊൻകിരീടം, തലയിൽ കിരീടം വെച്ചിരിക്കുക, ഉള്ളതുപോലെയും മുഖം മാനുഷമുഖം പോലെയും, മുഖം മനുഷ്യൻ്റെ മുഖമാണ്. എന്നിട്ട് സ്ത്രീകളുടെ മുടി അതിന് കിട്ടി. എന്താ സ്ത്രീകളുടെ മുടി?
ഇന്നത്തെ ഫാഷൻ സ്ത്രീകളുടെ മുടി അല്ലായിരിക്കും, ഉറപ്പാണ്. ഇവിടെ സ്ത്രീകളുടെ മുടിയെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്. സ്ത്രീകളുടെ മുടിയെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? അരയ്ക്ക് താഴെ താന്ന് കിടക്കുന്ന മുടി. പണ്ട് കാലത്ത് അങ്ങനെ മുടി ഇല്ലാത്തവർ തിരുപ്പൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് വെച്ച് കെട്ടിയെങ്കിലും മുടി താക്കുമായിരുന്നു. ഇന്ന് മുടി ഉള്ളവരെല്ലാം വെട്ടി പിടി കിട്ടിയോ നിങ്ങൾക്ക്? ഏതായാലും ഇപ്പോൾ ഞാൻ ആ വഴിക്ക് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അത് വിടാം. അപ്പോൾ സ്ത്രീകളുടെ മുടിയെ പോലെയും. അത് കഴിഞ്ഞിട്ട് നോക്കിക്കോ, താഴോട്ട് വാ. പിന്നെയോ 8ാം വാക്യം, മുടി കൊണ്ട് പല്ല് എന്തിൻ്റെ പോലെയാണ്? കൂടുതൽ ഇത് വായിക്കാതിരിക്കാതിരിക്കും നല്ല. ഇതെല്ലാം കേട്ടിട്ട് രാത്രി ചെന്ന് കിടന്ന് പേടിക്കും. ഒരു വെട്ടുകിളി ഇങ്ങോട്ട് രാത്രി സ്വപ്നത്തിൽ കയറി വരികയാണെങ്കിൽ പേടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. നോക്കിക്കോ, മുഖം മനുഷ്യമുഖം പോലെയും സ്ത്രീകളുടെ മുടി പോലെയും അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിൻ്റെ പല്ല് പോലെയായിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ടായിരുന്നു. ആക്രമണത്തെ എതിർത്ത് നിൽക്കാനുള്ള മാർക്കവചമെന്ന് അതിനെ വേണമെങ്കിൽ പറയാം. ചിറകിൻ്റെ ഒച്ച പടക്കി ഓടുന്ന അനേകം കുതിരകളുടെ ഒച്ച പോലെ എന്നാണ്. പടക്കി പുറപ്പെടുന്ന കുതിരക്കുളമ്പടി ചിലപ്പോഴൊക്കെ നിങ്ങൾ കാതിലുകളിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതുപോലെയാണ്. അത് കഴിഞ്ഞിട്ട് തേളിനുള്ള പോലെ വാലും വിഷമുള്ളും ഉണ്ട് എന്നാണ്. ഇതുപോലൊരു വെട്ടുക്കിളി എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ഇങ്ങനെയുള്ള ഒരു പ്രകൃതമുള്ള ശരീരരൂപമുള്ള ഒരു ജീവി, അതൊരു വല്ലാത്ത ജീവിയാണ്. നമ്മൾ വിചാരിക്കും പോലുള്ള ഒരു സാധാരണ ഒരു കിളിയോ അതുപോലെ പറന്ന് പാറി നടക്കുന്ന ഒരു വിട്ടലോ അതുപോലുള്ള ഒരു വെട്ടുക്കിളി അല്ല ഇത്. ഈ അതിൻ്റെ വിശദീകരണത്തിൽ തന്നെ അതൊരു വല്ലാത്ത ജീവിയാണ്. എന്നിട്ട് ഇതെങ്ങനെയാണ് മനുഷ്യനെ ഉപദ്രവിക്കുന്നത്? നെറ്റിയിൽ മുദ്രയില്ലാത്ത മനുഷ്യരെ, അന്നുള്ള മൊത്തം മനുഷ്യരെ ഇത് ഉപദ്രവിക്കത്തില്ല. നെറ്റിയിൽ മുദ്ര, അത് നമ്മൾ കഴിഞ്ഞ 7ാം അധ്യായത്തിൽ കേട്ടതാ. നെറ്റിയിൽ മുദ്രയിട്ട 2 കൂട്ടർ, ഒന്ന് 1,44,000 പേരും, അത് കഴിഞ്ഞിട്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നവരായ ആളുകളെയും മുദ്രയിട്ട് വേർതിരിക്കുന്നു. അങ്ങനെ മുദ്ര പേറി ജീവിക്കുന്ന ആളുകളെ ഒന്നും ഇതെന്ത് ചെയ്യത്തില്ല, തൊടത്തില്ല. ശ്രദ്ധിച്ചോ, ആ മുദ്ര ഏറ്റവരെ അന്ന് ആര് ഉപദ്രവിക്കുമായിരുന്നു? അതായത് അന്തിക്രിസ്തുവിൻ്റെ മുദ്ര ഏൽക്കാതെ ഈ മുദ്ര ഏൽക്കുന്നവർക്ക് ആരുടെ ആക്രമണമുണ്ട്? അന്തിക്രിസ്തുവിൻ്റെ ആക്രമണമുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചോ, ദൈവത്തിൻ്റെ മുദ്ര ഏറ്റ് അന്തിക്രിസ്തുവിൻ്റെ മുദ്ര ഏൽക്കാതെ പ്രതിരോധിച്ച് നിൽക്കുന്നവരെ ദൈവം സംരക്ഷിച്ചുകൊണ്ട് ഈ ദൈവിക മുദ്ര ഏൽക്കാതെ പൈശാചിക ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ലോക മനുഷ്യരെ ഉപദ്രവിക്കുന്നതിനാണ് ഏത് വരുന്നത്? ഈ വെട്ടുക്കിളികൾ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇനി ഇവ വന്ന് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ വാല് എങ്ങനെയുള്ള വാലാണ്? തേള് കുത്തുന്നത് പോലുള്ള വാലാണ്. തേളിനുള്ള വാലാണ്, അതുകൊണ്ട് കുത്തുന്നു. ഇനി അതിൻ്റെ വേദനയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 10ാമത്തെ വാക്യം, തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും അതിനുണ്ടായിരുന്നു. തേള് കുത്തും പോലെയുള്ള വേദന. എനിക്കത് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാൽ എന്നെ ഇന്ന് വരെ തേള് കുത്തിയിട്ടില്ല. തേള് കുത്തേറ്റവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഓർത്തോ. പക്ഷെ കേട്ടിട്ടുള്ളത് അതൊരു വല്ലാത്ത വേദനയും വേദന തന്നെ പല രീതിയിലുള്ള വേദനയുണ്ട്. മനസ്സിലായോ? ഇതൊരു അസഹനീയമായ തരിപ്പുള്ള വേദന ആയിരിക്കുമെന്നാണ്. തരിപ്പുള്ള വേദന ഈ പുറത്തു മാത്രമല്ല, ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഭീകരമായ വേദനയായിരിക്കും ഈ തേള് കുത്തുന്ന വേദന. ഈ നിലയിൽ എല്ലാ മനുഷ്യരെയും ഇത് കുത്തുകയാണ്. അങ്ങനെ അതിൻ്റെ വേദന കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അതിൻ്റെ കുത്തേറ്റ മനുഷ്യർ ഒരു കാര്യം ചിന്തിക്കും, ഒരു കാര്യം തീരുമാനിക്കും. ഇങ്ങനെ വേദന കൊണ്ട് ജീവിക്കുന്നതിനേക്കാളും ഒന്ന് അന്തിക്രിസ്തുവിൻ്റെ ഭരണം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വേറെ. ഇപ്പോൾ പ്രകൃതിയിലുള്ളതായ പ്രശ്നങ്ങൾ, ആകാശത്തിലെ പേടിക്കുന്ന സംഭവങ്ങൾ, ഭൂമിയിൽ, സമുദ്രത്തിൽ, കാറ്റിൽ, കടലിൽ മൃഗങ്ങളുടെ ശല്യം, അതിൻ്റെ കൂടെ ഇപ്പോൾ വെട്ടുക്കിളിയുടെ കുത്ത്, ഇതെല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പോൾ മനുഷ്യൻ അസ്വസ്ഥനാകുകയാണ്. എന്നിട്ട് അങ്ങനെ അസ്വസ്ഥനാകുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് 5ാം വാക്യം ഒടുവിലത്തെ ഭാഗം നോക്ക്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും.
മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. എത്ര നാളത്തേക്ക്? കൃത്യമായ ഒരു 150 ദിവസം, 5 മാസം. ഈ വെട്ടുക്കിളിയുടെ ആക്രമണം മനുഷ്യനെ തുടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് 5 മാസത്തേക്കാണ്. അപ്പോൾ വെട്ടുക്കിളിയുടെ ആക്രമണമുണ്ടായി അസഹനീയമായ വേദനയിലൂടെ പുളയുന്ന മനുഷ്യർ അവർ വിചാരിക്കും, എന്നാൽ നമുക്കങ്ങ് ചത്ത് കളയാം. അങ്ങനെ ചിന്തിച്ചിട്ട് ഒരാൾ ഇന്ന് സ്വാഭാവികമായി സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല എന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യുക? തൂങ്ങിച്ചാകുക. അപ്പോൾ തൂങ്ങിച്ചാകാമെന്ന് വിചാരിച്ച് ഒരുത്തൻ കയറിട്ട് അവൻ്റെ വീട്ടിൻ്റെ മുകളിലോ മുറ്റത്തെ മരത്തിലോ തൂങ്ങിയെന്ന് വെച്ചോ, അവിടെ ഊഞ്ഞാല് കിടന്ന് ആടുമ്പോൾ ആടുകയല്ലാതെ ഇവൻ എന്ത് ചെയ്യത്തില്ല. എന്താ കാര്യം? മരണം ഇവനെ വിട്ട് ഓടിപ്പോകുമെന്നാണ്. ഇന്ന് മരണം മനുഷ്യൻ്റെ പുറകെ വരിക. മരണത്തെ കണ്ട് മനുഷ്യൻ ഓടുകയാണ്, അന്ന് മനുഷ്യനെ കണ്ട് മരണം ഓടുകയാണ്. അപ്പോൾ ഇവൻ തൂങ്ങിക്കിടന്നിട്ട് പറയും, വെറുതെ തൂങ്ങിയത്, ചാകുന്നുമില്ല, ചാകാതിരിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേദന കൊണ്ട് പുളയുക, മരിക്കില്ല. ഇപ്പം 150 ദിവസം എന്ന് വെച്ചോ, അതിൻ്റെ തുടക്കം 1-ാമത്തെ ദിവസമാണ് തൂങ്ങിയത്. 150 ദിവസവും തൂങ്ങിയവൻ ചാവില്ല. അതാണ്. ഒരുത്തൻ വിചാരിക്കുക, എന്നാൽ നമുക്ക് തീ കൊളുത്തി അങ്ങ് ചാകാം, കുറച്ച് പെട്രോളോ മണ്ണെണ്ണ എടുത്ത് തലയിലൂടെ ഒഴിച്ച് അവൻ കത്തിച്ചെന്ന് വെച്ചോ, 150 ദിവസവും മെഴുകുതിരി കത്തും പോലെ നിൽക്കുക അല്ലാതെ ഇവൻ ചാകത്തില്ല. അതാണ് അവിടുത്തെ മരണം. അവനെ വിട്ടുപോകും. മരിക്കാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും മാർഗം സ്വീകരിച്ചാൽ ആ മാർഗത്തിലൂടെ അവന് മരിക്കാൻ പറ്റത്തില്ല. മരണമില്ലാത്ത കാലം 150 ദിവസം, 5 മാസകാലം അന്ത്യക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ആ മൂർധന്യ ഘട്ടമാകുമ്പോൾ മരണമില്ലാതിരിക്കും. മരിക്കാൻ കൊതിക്കും മനുഷ്യൻ. എങ്ങനെയും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നാഗ്രഹിക്കും. ഇന്ന് ചിലർ അങ്ങനെയൊക്കെ പറയാറുണ്ട്, ഒന്ന് ചത്ത് കിട്ടിയാൽ മതി. അത് വെറുതെ പറയുന്നതാണ്, കൊതിച്ചിട്ട് പറയുന്നതൊന്നുമല്ല. പണ്ടാരും അങ്ങനെ മരിക്കാൻ പോയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രായമുള്ള ഒരാൾ വീട്ടുകാരോട് പിണങ്ങിയിട്ട് മരിക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിക്കുമ്പോൾ ഇതുപോലൊരു ചാറ്റ മഴയാണ്. അപ്പോൾ അകത്ത് ഓടി വന്നിട്ട് മുറമെടുത്ത് കമത്തിക്കൊണ്ട് പോവുകയാണെന്നാണ്. അപ്പോൾ ആൾ ചോദിച്ചു, എവിടെ പോകുക? ചാകാൻ പോവുക. പിന്നെ എന്തിനാ മുറം കമത്തിയിരിക്കുന്നത്? ജലദോഷം പിടിച്ച് കിടന്ന് ഇവർ നോക്കുമോ? അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് പറഞ്ഞു പോലും. എന്ന് പറഞ്ഞാൽ ആ പോക്ക് ശരിക്കും എന്തിനല്ല? മരിക്കാനല്ല, ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ്. മരിക്കാൻ കൊതിക്കുന്നുവെങ്കിലും മരണം ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിച്ചിട്ടല്ല മരണം അവർ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. സാക്ഷാൽ മരിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. മരണം അവർ വിട്ട് ഓടിപ്പോകുക. എന്തൊരു കാലമല്ലേ ഇത്! 5-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ചെയ്യുന്ന കാര്യമാണ്. ഈ തുറന്നു വിട്ടിരിക്കുന്നില്ലേ വെട്ടുക്കിളികൾ അവകളുടെ ആക്രമണത്താൽ. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഇവകളെല്ലാം വീണ്ടും പാതാളത്തിലേക്ക് തന്നെ അടച്ചുപൂട്ടുന്ന രംഗം വരുന്നുണ്ട്. അത് നമ്മൾ പഠനത്തിൻ്റെ മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് ആ ഭാഗം തീരുന്നു. ഇതിനെക്കുറിച്ച് പറയുന്നത് 11-ാം വാക്യം, അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. ആർക്ക്? വെട്ടുക്കിളികൾക്ക്. ഇന്നത്തെ വെട്ടുക്കിളികൾക്ക് എന്തില്ല? സദൃശവാക്യത്തിൽ വായിക്കുന്നുണ്ട്, വെട്ടുക്കിളികൾക്ക് രാജാവില്ല. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വെട്ടുക്കിളിക്ക് രാജാവുണ്ട്, നേതൃത്വമുണ്ട്, നിയന്ത്രണമുണ്ട്. അത് ആ നേതൃത്വത്തിനനുസരിച്ചാണ് അവകൾ ചലിക്കുന്നതെന്നാണ്. ഇനി അതിൻ്റെ ഒടുവിലത്തെ വാക്യം, അങ്ങനെ ഇവയ്ക്ക് ഈ വെട്ടുക്കിളികളെ തുറന്നുവിട്ട അഗാധ ദൂതനായ ആ അവന് 2 പേര് പറയുന്നുണ്ട്. എബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്നും യവന ഭാഷയിൽ അപ്പൊല്ലോൻ എന്നും പേർ. ഇതിൻ്റെ 2 വാക്കിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഒന്ന് നാസം എന്നും മറ്റത് നാസകൻ എന്നാണ്. നാസകനായ ദൂതൻ, നാസം വിതയ്ക്കുന്നവനായ ദൂതൻ എന്നർത്ഥമുണ്ട്. ഞാൻ ഈ വാക്കുകളിലൂടെ ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. 5-ാമത്തെ ദൂതൻ ഊതിയ കാഹളവും അനന്തരഫലവുമാണ് നമ്മൾ കേട്ടത്. കർത്താവ് അനുവദിച്ചാൽ ഇനി നമ്മൾ 12-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ ദൂതൻ ഊതുന്ന കാര്യം അടുത്ത ക്ലാസ്സിൽ കേൾക്കും. അതിനുമുമ്പ് ഒരു വാക്കും കൂടെ കേട്ടോ. 12-ാമത്തെ വാക്യത്തിൽ ഘട്ടം 1 കഴിഞ്ഞു, ഇനി 2 വരാൻ പോകുന്നു. അത് പണ്ട് യോഹന്നാൻ പറഞ്ഞതുപോലെ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും ബലവാനാണ് എന്ന് പറഞ്ഞ പോലെ വെട്ടുക്കിളിയിലൂടെ ഉള്ളതുപോലെ അല്ല അടുത്ത് വരാൻ പോകുന്നത് കുതിരപ്പടയാണ്. അതൊക്കെ ഭയങ്കരമായ സംഭവങ്ങളാണ്. ദൈവം നമുക്ക് കൃപ തരട്ടെ. ഇതിൻ്റെ ഒരു പ്രായോഗിക കാര്യം കൂടി പറയാം. നമ്മുടെ ജീവിതത്തിലെ ഘട്ടം ഇങ്ങനെയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഒരു പ്രയാസവും ഇല്ല എന്ന് വിചാരിക്കും. ഓർത്തോ, അടുത്ത എത്ര കഷ്ടം വരാൻ പോകുന്നു? 2.
ഒന്നിനു പുറകെ ഒന്ന്, ഇങ്ങനെ അനേകം ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. എന്നാൽ അവിടെയെല്ലാം നമ്മെ കരുതി നമ്മളെ ബലപ്പെടുത്തി അടിയുറച്ച് നിൽക്കുമാറാക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച് മുമ്പോട്ട് പോകാം. അതിന് ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.